ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. എന്തിനു വേണ്ടി? ദൈവിക അരുളപ്പാട് അറിയിക്കുക. അത് മാത്രമല്ല, എൻ്റെ പിൻപിൽ ഇസ്രായേൽ ജനതയെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. അവിടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ നിഷ്ക്രിയരായിരുന്നു പോകുന്നൊരനുഭവം. അവരെ ഉണർത്തുവാൻ, അവരെ ദൈവരാജ്യത്തിന് വേണ്ടി സജ്ജരാക്കുവാനുള്ള വലിയ ബാധ്യതയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കും. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മല്ലപ്പള്ളി വൈദിക ജില്ലയുടെ വിവിധ ഇടവകളിൽ നിന്ന് നമുക്ക് ഇപ്രകാരം ഒന്നിച്ച് ഇവിടെ കൂടുവാൻ, ഈ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ആരാധിപ്പാൻ ദൈവം നൽകിയ ഈ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ 12 വൈദിക ജില്ലകളിലും ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചില വൈദിക ജില്ലകളിൽ ദീർഘവർഷങ്ങളായി, ചിലയിടങ്ങളിൽ ഒരാഴ്ച നീണ്ട കൺവെൻഷൻ, ചില ജില്ലകളിൽ 3 ദിവസങ്ങളിലായി കൺവെൻഷൻ ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വർഷം എല്ലാ വൈദിക ജില്ലയിലും ഇപ്രകാരം കൺവെൻഷനുകൾ ക്രമീകൃതമായി. നമ്മളതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഒരു ഞായറാഴ്ച ഇപ്രകാരം ക്രമീകരിച്ചു. മറ്റ് വൈദിക ജില്ലകളിൽ വൈകുന്നേരം കൺവെൻഷനുകളും ഞായറാഴ്ച ദിവസം ഇപ്രകാരമുള്ള ഒരു ഒത്തുചേരലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വൈദിക ജില്ല അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ജില്ലാ ചെയർമാൻ, അച്ഛന്മാർ, ഉപദേശിമാർ, ചർച്ച് കമ്മിറ്റി, ഡിസ്ട്രിക്ട് കൗൺസിൽ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. നിങ്ങളെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഡയസിസ് നിശ്ചയിച്ചിരിക്കുന്ന പഞ്ചാംഗമല്ല, പോർഷനല്ല നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി അടുത്ത ആഴ്ചയിലെ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരില്ല, കാരണം പ്രീണ കൊച്ചുമ്മ ഇതിന് ശേഷം മെസ്സേജ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ദീർഘമായി ഇന്ന് പ്രസംഗിക്കില്ല എന്ന് ആദ്യമേ ഓർപ്പിക്കട്ടെ. അതുതന്നെയല്ല, ഇന്ന് നോർത്ത് സോൺ വനിതാരവും ഇന്ന് ആരംഭിക്കുകയാണ്. പള്ളം, കോട്ടയം, ഏറ്റുമാനൂർ വൈദിക ജില്ലകൾ ചേർന്ന് വനിതാരവം ഇന്ന് 1:30 അവരാരംഭിക്കും. സീമസ് കോളേജിൽ നിന്ന് ഒരു സ്ത്രീകളുടെ ഒരു ബൈക്ക് റാലിയോടുകൂടി ആരംഭിച്ച് ബേക്കർ കോമ്പൗണ്ടിലെത്തി 2 മണിക്ക് വനിതാരവം അവിടെ ആരംഭിക്കുക. അതുകൊണ്ട് അതിനു മുൻപ് എനിക്ക് അവിടെ ചെല്ലുകയും വേണം. നാം ഇന്ന് അടുത്ത ആഴ്ചത്തെ ടോപ്പിക് എടുത്തിരിക്കുന്നത് ദൈവരാജ്യത്തിനു വേണ്ടി സാഹസികരായി, ടേക്കിംഗ് റിസ്ക് ഫോർ ദ റെയിൻ ഓഫ് ഗാഡ്. ഇതാ സഭ ഇന്ന് പഠനത്തിനായി എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു വൈദിക ജില്ല സാഹസികതയ്ക്ക് തയ്യാറാകും നമ്മൾ പലപ്പോഴും. എപ്പോഴാ? പേഴ്സണൽ ഗെയിൻ അതിനകത്തുണ്ടെങ്കിൽ.
ഒരുപക്ഷെ ഒരു പേഴ്സണൽ എൻജോയ്മെൻ്റ് ആയിരിക്കാം, ഒരുപക്ഷെ പേഴ്സണൽ മോണിറ്ററി ബെനിഫിറ്റ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മാനുഷികമായി നാം സാഹസികതയ്ക്ക് തയ്യാറായേക്കാം, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായേക്കും. ഇതൊരു സാധാരണ സംഭവമാണ് നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്നത്. എന്നാൽ നമ്മളോട് ആവശ്യപ്പെടുക ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി. ആർ യു റെഡി ടു ടേക്ക് റിസ്ക്? അതിനുവേണ്ടി സാഹസികമായി മുന്നിട്ടിറങ്ങാൻ തയ്യാറാണോ? അഥവാ ഇന്ന് നമ്മൾ ഒത്തുകൂടുമ്പോൾ നമ്മളോട് ഓർപ്പിക്കുകയാണ്, അതിനുള്ള സാഹസികതയ്ക്കായി തയ്യാറെടുക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് വായിച്ച വേദഭാഗം വളരെ പരിചിതമാണ്. പഴയ നിയമ വേദഭാഗം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ആ വേദഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ലോകപരമായി റിസ്ക് എടുക്കുന്നവരെ കാണാം. ഹാമാന്റെ ചിത്രം അവിടെയാണ് കാണുന്നത്. ഹാമാൻ യഹൂദ ജനതയെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവിടെ രാജാവിനോട് ഒരുപക്ഷെ പറയാം കൗശലത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം, രാജമുദ്രയൊക്കെ ഇട്ട് ഓർഡർ പുറപ്പെടുവിക്കാൻ നമ്മൾ മുൻപ് അധ്യായങ്ങളിൽ കണ്ടത്. ഇന്ന് വായിച്ച 8-ാം അധ്യായത്തിന് മുൻപ് അവിടെയും എന്താ കാണുന്നത്? ഹി വാസ് ടേക്കിംഗ് റിസ്ക് അല്ലേ? ആ ഭാഗം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടി? തൻ്റെ നിലനിൽപ്പിന് വേണ്ടി. അതിൻ്റെ പിൻപിലുള്ള ചേതോവികാരം മൊർദെഖായിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, എൻ്റെ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി. നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ ശ്രമിക്കുന്നവരാ ലോകപരമായി. ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ അവിടെ കാണുന്നത്, ഹാമാനിൽ കണ്ടത്. സ്വാർത്ഥതയോടെ താൻ പോരുമയ്ക്ക് വേണ്ടി അവിടെ സാഹസികതയ്ക്ക് തയ്യാറാകുന്ന ഹാമാൻ. ഈ കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരു സാഹസികതയാണ് നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് കാണുന്നത്. മൊർദെഖായി അവിടെ റെട്ട് അണിഞ്ഞിരിക്കുന്ന ഒരനുഭവം എവിടെയാണെന്നും കൂടെ ഓർക്കണം. അതിന് അനുവദനീയമല്ലാത്ത ഒരു സ്ഥലത്ത്, സാഹചര്യത്തിൽ അവിടെ എന്താ കാണുന്നത്? മൊർദെഖായി ഒരു സാഹസികതയ്ക്ക് തയ്യാറാകുന്നു. എന്തിനു വേണ്ടി? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയല്ല, പിന്നെയോ തൻ്റെ ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി. താൻ ഉൾപ്പെടെയുള്ള യഹൂദ ജനതയ്ക്ക് നേരിടുവാൻ പോകുന്ന വിപത്ത് കണ്ടപ്പോൾ റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്ന മൊർദെഖായിയെ നമ്മളവിടെ കാണുന്നത്. അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ അല്പം കൂടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഇന്നത്തെ വേദഭാഗം ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. മൊർദെഖായി ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അവിടെ. എസ്തേറിന് ആത്മധൈര്യം നൽകിയ. നമ്മുടെ കൂട്ടത്തിലും അനേകർ കാണും. നന്മ ചെയ്യണം, ധാർമ്മിക ബോധ്യത്തോടെ നിലനിൽക്കണം, നമ്മുടെ പള്ളിയിലാകട്ടെ നമ്മുടെ കൂട്ടങ്ങളിലാകട്ടെ ധാർമ്മികതയോടെ നിൽക്കണമെന്നൊക്കെ ചിന്തിക്കും. പലപ്പോഴും എന്താ? ഭീതി, ഭയം. അതിൽ നിന്നൊക്കെ പിന്മാറി ഞാൻ എന്തിനാപ്പാ ഈ പൊല്ലാപ്പെടുക്കുന്നത് എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞു മാറുന്നൊരനുഭവം അല്ലേ? നമ്മുടെ പള്ളിയിലാണെങ്കിലും ആരാധനയുടെ ഇടയിലാണെങ്കിലും അശ്രദ്ധയായിരിക്കുന്നവരെ കണ്ട ഞാൻ പണ്ട് ഓർക്കുന്നു, ഞങ്ങളൊക്കെ പിള്ളേരായിരുന്ന സമയത്ത് ഞങ്ങളുടെ പുറകിൽ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്. അപ്പച്ചൻ്റെ കൊടയ്ക്ക് കുത്തു കിട്ടിയിരിക്കും.
ഇരുന്ന് ഉറങ്ങിയാൽ കുത്തുകിട്ടും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഏതെങ്കിലും മനുഷ്യൻ മുന്നേ ഇരിക്കുന്ന ആൾ അശ്രദ്ധയായിട്ടിരുന്നാൽ, ഒരു കുഞ്ഞ് അശ്രദ്ധയായിരുന്നാൽ അവനെ ഒന്ന് ഞോണ്ടി ചൊവ്വയിരിക്കടാന്ന് പറയുമോ? ഇല്ല. എന്താ? പേടിയാ. എൻ്റെ കൊച്ചിനെ നോക്കാൻ എനിക്കറിയാമെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ആളിന് മറുപടി കിട്ടും. അത് പേടിച്ച് അല്ലേ? അപ്പോൾ പലപ്പോഴും എന്താ, റിസ്ക് എടുക്കുവാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യം. മൊർദെഖായി എന്ത് ചെയ്തു? ഇവിടെ രസകരമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എസ്തേറിനോട് പറയുന്ന കാര്യമുണ്ട്. അവിടെ പറയുന്നു, രാജാവിനെ കണ്ട് യഹൂദന്മാർക്ക് വേണ്ടി വാദിക്കുവാൻ എസ്തേറിന് ധൈര്യം കൊടുക്കുന്നു. നമുക്ക് സാധിക്കുന്ന വേറൊരു കാര്യം അതാ. ഒരുപക്ഷെ നമുക്ക് സ്വയമായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകണം. മറുഭാഗത്തോ മറ്റുള്ളവരെ അതിനായി ഒരുക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സഭയുടെ നിലനിൽപ്പിന്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അതിന് തയ്യാറാകുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. നമ്മുടെ പല മിഷണറിമാരും ഇന്ന് കർണാടകയിൽ ഉൾപ്പെടെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് വേല ചെയ്യുന്നത്. ചർക്കാരിയിലാകട്ടെ, മൈസൂരിലാകട്ടെ, ബിലായിൽ, ഭോപ്പാൽ, ഇവിടെ എങ്ങും ഗ്രാമങ്ങൾ അവർ കുപ്പായിട്ടുകൊണ്ട് പോകാനൊക്കത്തില്ല. അതെല്ലാം അവരെ ബാൻ ചെയ്തു. പക്ഷെ അതുകൊണ്ട് അവരാരും പേടിച്ച് പിന്മാറിയിട്ടില്ല. അവരവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് വ്യത്യസ്തമാക്കി ധൈര്യത്തോടെ റിസ്ക് എടുത്ത് ഈ സുവിശേഷം പങ്കുവെക്കുവാൻ നമ്മുടെ മിഷണറി അച്ഛന്മാർ, അതോടൊപ്പം തന്നെ ലോക്കൽ മിഷണറിമാർ ഇന്നും സന്നദ്ധരായി നിൽക്കുന്നു. അതുകൊണ്ട് എന്നാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ധൈര്യം സമ്പാദിച്ച് ഈ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിപ്പാൻ ആഹ്വാനം ചെയ്യുക. മൊർദെഖായി ചെയ്തത് എസ്തേറിന് ആത്മധൈര്യം നൽകുകയായിരുന്നു. നമുക്കിന്നത് ആവശ്യമല്ലേ? നമ്മുടെ മക്കൾക്ക്, നമ്മളോട് നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് ഈ ആത്മധൈര്യം നൽകേണ്ടത് ആവശ്യമല്ലേ? എത്രയോ സൂയിസൈഡാണ് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നത്. എന്താ പ്രശ്നം? അവരെ ഒന്ന് കാണുവാൻ, അവർക്ക് ഒരു ധൈര്യം പകർന്നു കൊടുക്കുവാൻ, അവർക്കൊരു പ്രോത്സാഹനം നൽകുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ ഫലം പലപ്പോഴും അവരവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നൊരു സാഹചര്യമാണ്. ഒന്ന് ചിന്തിച്ചാലോ? എൻ്റെ പങ്ക്, നമ്മുടെ പങ്ക് നിർവഹിക്കാതെ പോയതിൻ്റെ ഫലമല്ലേ? ഇവിടെ മൊർദെഖായി ചെയ്തത് എന്താ? എസ്തേറിന് ആത്മധൈര്യം നൽകുക. ആത്മധൈര്യം നൽകുക മാത്രമല്ല ചെയ്തത്. 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരാമെങ്കിൽ അവിടെ കാണുന്നതറിയാമോ? ചലഞ്ച് ചെയ്യുന്നൊരു സാഹചര്യം കൂടെയാണ്. നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. രണ്ടാമത്തെ ഒരു മനോഭാവം അവിടെ കിടന്നു. ഒന്ന്, ആത്മധൈര്യം നൽകി. നീ പോണം, ആളിനെ പറഞ്ഞയച്ചു. യഹൂദ ജനതയ്ക്ക് വേണ്ടി നീ രാജാവിനോട് സംസാരിക്കണം. റിസ്ക് എടുക്കുവാൻ ഉത്തേജനം നൽകുന്നു. മറുഭാഗത്തോ he was challenging എസ്തർ. ഇത് രണ്ടും ആവശ്യമാണ്. അവിടെ പ്രകോപിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കായി എത്തുന്നു. ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ ജീവിതത്തിൽ? ഞാൻ എസ്തേറിന്റെ കഥ മുഴുവൻ പറഞ്ഞു പോകുന്നില്ല, കാരണം സമയം പോകും. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചുമ പ്രസംഗിക്കാനുള്ളത്. അതിൻ്റെ പരിണിത ഫലമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഹാമാൻ അവിടെ റിസ്ക് എടുത്തു. എന്തിനു വേണ്ടി? സ്വന്തം താല്പര്യത്തിന് വേണ്ടി. ജസ്റ്റ് ഫോർ ദ പേഴ്സണൽ ഗെയിൻ ഓഫ് ഹാമാൻ. നമ്മൾ അതിന് തയ്യാറാകും പലപ്പോഴും. മാനുഷികമായ ചിന്ത അവിടെയാണ്. എന്നാൽ
ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി റിസ്ക് എടുക്കുവാൻ, മറ്റുള്ളവർക്ക് ആത്മധൈര്യം നൽകുവാൻ, അവരെ ചലഞ്ച് ചെയ്യുവാൻ തയ്യാറാകണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ ആർക്കാ ഇത് സാധിക്കുന്നത്? ആ ഒരു വലിയ ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കുക, ദോസ് ഹു ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതല്ലേ യാഥാർത്ഥ്യം? മുൻപിൽ കാണുന്ന പ്രതികൂലതകളുടെ മുൻപിൽ പകച്ചു നിൽക്കാതെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ആവശ്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന വേറൊരു കാര്യമുണ്ട്. 18-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അവിടെ ഏലിയാവിനെയാ കാണുന്നത്. 18-ാം അധ്യായത്തിന് 1-ാം വാക്യം, ഏറെ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക. എന്തൊരു പശ്ചാത്തലമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രമാത്രം ആഹാബിന് വിരോധമുള്ള വേറൊരു വ്യക്തിയില്ല. ആ ഏലിയാവിനോട് പറയുക, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക. അവിടെ അയ്യോ ഞാൻ ചെന്നാൽ ആഹാബ് എന്നെ കൊല്ലും, ഇതൊന്നും അവിടെ പറയുന്നില്ല. അധ്യായം വളരെ രസകരമായി ഇതുമായിട്ട് ചേർന്നൊന്ന് പഠിക്കാമെങ്കിൽ, ഇന്നലെ രാത്രി ഇരുന്ന് ഈ വേദഭാഗം ഒന്ന് വായിച്ചു ഈ ഭാഗവുമായി ഒന്ന് ചേർത്ത് ചിന്തിച്ചപ്പോൾ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. എന്തിനു വേണ്ടി? ദൈവിക അരുളപ്പാട് അറിയിക്കുക. അത് മാത്രമല്ല, എൻ്റെ പിൻപിൽ ഇസ്രായേൽ ജനതയെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടിയുണ്ട് അവിടെ. 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, ഏലിയാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ മക്കളെയൊക്കെ കൂട്ടി. അങ്ങനെ ആഹാബ് ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു. കർമ്മേൽ പർവ്വതത്തിൽ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു. അവരെ വന്നു കഴിപ്പോൾ പറയുക, അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ? ഏലിയാവ് ഇസ്രായേൽ മക്കളെ ചലഞ്ച് ചെയ്യുക, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക. നീ ആരാണെന്നും നിന്റെ ദൗത്യം എന്തായിരിക്കണമെന്നും തിരിഞ്ഞ് ചിന്തിപ്പാൻ അവിടെ ആഹ്വാനം ചെയ്യുമ്പോൾ നിഷ്ക്രിയരായിരിക്കുന്ന ജനതയെ അവിടെ കാണുന്നു. സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അവിടെയാണ്. ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുന്ന ഒരനുഭവം. ഏലിയാവ് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ഇസ്രായേൽ മക്കളെ ചലഞ്ച് ചെയ്യുന്നൊരു അനുഭവം കൂടി അവിടെ കണ്ടത്. എന്നാൽ ജനം അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ നിഷ്ക്രിയരായിരുന്നു പോകുന്നൊരനുഭവം. അവരെ ഉണർത്തുവാൻ, അവരെ ദൈവരാജ്യത്തിന് വേണ്ടി സജ്ജരാക്കുവാനുള്ള വലിയ ബാധ്യതയാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് മല്ലപ്പള്ളി വൈദിക ജില്ല ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നത്. സ്വയം ശോധനയ്ക്ക്, സ്വയം തിരുത്തലിന്. ബാക്കി ഭാഗം ഞാൻ വിടുക. അവിടെ
അവിടെ ഏലിയാവ് പറയുക, ബാലിന്റെ 400 പ്രവാചകന്മാരുണ്ട്, ഞാൻ ഒരുത്തൻ മറുഭാഗത്ത്. യാഗം കഴിക്കുന്നതൊക്കെയാ പശ്ചാത്തലം. നമുക്ക് സമയമില്ലല്ലോ, ഭാഗം വിടാം. അപ്പോൾ ജീവിതത്തിൽ റിസ്ക് എടുക്കുവാൻ തയ്യാറാകണമെങ്കിലോ യു ഷുഡ് ഹാവ് ദ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ സമയം നീണ്ടുപോകുമല്ലോ. അത് മാത്രമല്ല, യു ഷുഡ് ഹാവ് ദ ട്രസ്റ്റ് ഇൻ ഗോഡ്. തമ്മിൽ വ്യത്യാസമുണ്ടോ? ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ട്രസ്റ്റ് ഇൻ ഗോഡ് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പറയുന്ന വിശ്വാസത്തെയും ആ ട്രസ്റ്റിലേക്ക് വരുമ്പോൾ എന്നറിയാമോ, ഒരു വലിയ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ആ ഒരു വലിയ ബന്ധത്തെ അവിടെ കാണിക്കുന്നത് ദ ട്രസ്റ്റ് ഇൻ ഗാഡ്. ഞാൻ അതിനെടുത്ത ഉദാഹരണം എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് പോയി. അബ്രഹാമിനെ എടുത്ത് 22-ാം അധ്യായം 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്തൊരു കടുങ്കയാണെന്നറിയാമോ? നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ ചെന്ന് അവനെ ഹോമയാഗം കഴിക്ക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുത്തിട്ട് പറഞ്ഞത് ദ ട്രസ്റ്റ് ഇൻ ഗാഡ് എന്ന് പറഞ്ഞു. റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നു എപ്പോഴാ? അത്രമാത്രമുള്ള ഇണപിഴിയാത്ത ഒരു ബന്ധമാണ് അവിടെ. ഇല്ലാതിരുന്ന് കിട്ടിയൊരു മകനാ. അവനെ യാഗം കഴിക്കുവാനായി യഹോവയായി ദൈവം അരുളി ചെയ്യുമ്പോൾ അതിന് തയ്യാറായി ഇറങ്ങി പുറപ്പെടുന്ന അബ്രഹാം. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അബ്രഹാമിന് നല്ല ഉറപ്പായിരുന്നായിരിക്കാം. എന്തുമാകട്ടെ, നമ്മളുടെ വിശ്വാസ ജീവിതയാത്രയിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ മക്കളെ ചലഞ്ച് ചെയ്യുവാൻ? ഇന്ന് ഒത്തിരി ഭവനങ്ങളിലും മക്കളോട് തിരുത്താൻ പറയാൻ ഭയമായിന്ന്. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളല്ലേ, ദൈവം നമ്മുടെ കയ്യിൽ തന്നതല്ലേ, അവരെ പരിപാലിക്കേണ്ടതുപോലെ പരിപാലിപ്പാൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ടോ? തിരുത്തേണ്ട മേഖലകളിൽ തിരുത്തുവാൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ടോ? എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവം മാത്രമല്ല, എൻ്റെ മക്കളുടെയും ദൈവമെന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ അവരെ ആ ദൈവകൃപയിൽ വളർത്തുവാൻ സാധിക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങളോട് ആവശ്യമാണ്. ദ ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ദ ട്രസ്റ്റ് ഇൻ ഗോഡ്. അത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാൻ, അവരെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ തക്കവണ്ണം, അവർക്ക് ആത്മധൈര്യം നൽകുവാൻ, അവരെ ചലഞ്ച് ചെയ്യുവാൻ, നമ്മുടെ മക്കളെ മാത്രമല്ല മറ്റുള്ളവർക്ക് ആത്മധൈര്യവും നൽകുവാനുള്ള വലിയ ബാധ്യത നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ആ വിശ്വാസ ജീവിതയാത്രയിൽ വിശ്വാസത്തിന് അടിയുറച്ച് ഇണപിരിയ ബന്ധത്തിൽ, ക്രിസ്തുവുമായുള്ള ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്ന് പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിടുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അധ്വാനിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ.